സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, 40 വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച ഒരു കഥാപ്രസംഗം ഘട്ടം ഘട്ടമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതിൽ തെറ്റുകളും കുറ്റങ്ങളും താളപ്പിഴകളും ഒക്കെ ഉണ്ടായെന്ന് വരും. അതെല്ലാം സഹൃദയരായ നിങ്ങൾ സദയം ക്ഷമിച്ച് എന്നോടൊപ്പം സഹകരിക്കണമെന്നും ഈ കഥ തീരുന്നതുവരെ നിങ്ങൾ കേൾക്കണമെന്നും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കുകയാണ്. തത്വശാസ്ത്രങ്ങളെ, ഈ വീതിയിലേക്കു വരൂ, വിശ്വമോഹന സൗധം പണിയാൻ വീതിയിലേക്കു വരൂ. തത്വശാസ്ത്രങ്ങളെ, ഈ വീതിയിലേക്കു വരൂ, വിശ്വമോഹന സൗധം പണിയാൻ വീതിയിലേക്കു വരൂ. നൂറ്റാണ്ടുകളുടെ ശാപം പേറി തകർന്നതാണിന്നിതിഹാസം. നൂറ്റാണ്ടുകളുടെ ശാപം പേറി തകർന്നതാണിന്നിതിഹാസം. ഇവിടെ മനുഷ്യ മനസാക്ഷികളെന്നലയുകയാണല്ലോ, പൊട്ടിക്കരയുകയാണല്ലോ. ഇവിടെ മനുഷ്യ മനസാക്ഷികളെന്നലയുകയാണല്ലോ, പൊട്ടിക്കരയുകയാണല്ലോ. തത്വശാസ്ത്രങ്ങളെ, ഈ വീതിയിലേക്കു വരൂ, വിശ്വമോഹന സൗധം പണിയാൻ വീതിയിലേക്കു വരൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മീനച്ചിലാറിൻ്റെ തീരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു അല്പനേരത്തേക്ക് ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അതാ ഒരു ഗാനം കേൾക്കുന്നില്ലേ? അതെ, അതൊരു സ്ത്രീയുടെ ശബ്ദമാണ്. മിക്ക രാത്രികളിലും ആ ഗാനം കേൾക്കാറുണ്ട്. തരുമോ 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 ജന്മാന്തരങ്ങളെ, തരുമോ എനിക്കൊരു പുനർജന്മം, വീണ്ടും ഒരിക്കൽ ഈ ധന്യഭൂമിയിൽ ഇതിലിട്ടു വിടരാൻ വല്ലാത്ത മോഹം. തരുമോ തരുമോ. അതെ, ആ ഗാനം മിക്ക രാത്രികളിലും ആ നദിയുടെ തീരത്തുകൂടി ഇങ്ങനെ ഒഴുകി നടക്കാറുണ്ട്. ആ സ്ത്രീ ആരാണെന്നും എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന്, ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്നും നമുക്കൊന്ന് അന്വേഷിക്കാം. അതാ ആ കാണുന്ന കൊച്ചു കൊച്ചു ചെറ്റപ്പുരകൾ നിങ്ങൾ കണ്ടു. അതിനല്പ അകലെ മാറി ആ കാറ്റാടി മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നതാണ് എൻ്റെ കഥാനായികയുടെ വീട്. ആ കാറ്റാടി മരത്തിന്റെ ചോട്ടിൽ വിശ്രമിക്കുവാനും കാറ്റുകൊള്ളാനുമായി ഭംഗിയായി അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ കഥാനായികയുടെ വീട്. അവളുടെ പേര് സന്ധ്യ. അവൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ അച്ഛൻ മരിച്ചു. അവളെ പ്രസവിച്ചപ്പോൾ അമ്മയും മരിച്ചു. പിന്നെ അവൾക്ക് ആകെ ഉള്ളത് അമ്മാവനും അമ്മാവൻ്റെ ഭാര്യയും ഒരു മകനും. അവർ അവളെ എടുത്തു വളർത്തുകയാണ്. അവൾക്ക് അമ്മയില്ലാത്ത ദുഃഖം അറിയിച്ചതേയില്ല. തറയിലും താഴെയും വയ്ക്കാതെ അനർഘമാമൊരു നിധി പോലെ വാത്സല്യമോടാ മാതാപിതാക്കൾ വളർത്തുകയാണ് പെൺമണിയെ. അതെ, അവൾ തറയിലും താഴെയും വയ്ക്കാതെ ഒരു നിധി കിട്ടിയതുപോലെ അവർ അവളെ വളർത്തുകയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. അവൾ വളർന്നു. സ്കൂളിൽ ചേർക്കാൻ കാലമായി. രാജൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ അവർ സന്ധ്യയെയും ചേർത്തു. സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ടുവരുന്നതും രാജനാണ്. അവൾ വളരുന്നതിനോടൊപ്പം അവളുടെ സൗന്ദര്യവും വർദ്ധിച്ചു വരികയാണ്. ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കിപ്പോകും. അവളുടെ സൗന്ദര്യവും പെരുമാറ്റവും കണ്ട് പല കൂട്ടുകാരും അവളുടെ പുറകെ നടന്നു നോക്കി. രക്ഷയില്ലാന്ന് കാണുമ്പോൾ അവർ തന്നെ താനേ മടങ്ങിപ്പോകും. ആരു കണ്ടാലും ഒന്ന് നോക്കിപ്പോകും, അത്രയ്ക്ക് സുന്ദരിയാണ് എൻ്റെ നായിക. ആരു കണ്ടാലും ഒന്ന് നോക്കിപ്പോകും, അത്രയ്ക്ക് സുന്ദരിയാണ് എൻ്റെ നായിക. അതെ, അവളുടെ സൗന്ദര്യത്തിലും അവളുടെ വളർച്ചയിലും രാജനും വിഷമമാണ്. കാരണം അവനിനി സന്ധ്യ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും അവൻ തന്നെയാണ്. എന്നാൽ ഒരു കഴുകൻ്റെ 2 കണ്ണുകൾ എപ്പോഴും സന്ധ്യയുടെ പുറകെ ഉണ്ടായിരുന്നു. അവൾ പോകുന്നതും വരുന്നതും രാജൻ അവളെ വിളിച്ചുകൊണ്ട് വരുന്നതും കൊണ്ടാക്കുന്നതും ഒക്കെ കാണുമ്പോൾ അയാൾക്കും വല്ലാത്ത വീർപ്പുമുട്ടൽ.
അയാൾ മനസ്സിൽ ഉറച്ചു വെച്ചു. എങ്ങനെയും സന്ധ്യയെ സ്വന്തമാക്കണം.